ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കാശ്മീരിലേക്ക് ഞങ്ങളിന്ന് യാത്ര പുറപ്പെടുകയാണ്. കോഴിക്കോട് കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. ഇൻഡിഗോയുടെ 6C876 എന്ന വിമാനത്തിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. രാവിലെ 10:05 യാത്ര പുറപ്പെട്ടു. ഈ വിമാനം ഹൈദരാബാദിലേക്കുള്ളതാണ്. അവിടെ നിന്നും അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് 1:10 വിമാനത്തിൽ നിന്നുള്ള ആകാശ കാഴ്ചകൾ അതിമനോഹരമാണ്. ഭൂമിയെ പഞ്ഞികൾ കൊണ്ട് പുതച്ച പോലെ മേഘങ്ങൾ അങ്ങിങ്ങായി കാണാം. ഈ വിമാനയാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും എൻ്റെ മകളുടെയും ആദ്യത്തെ വിമാനയാത്രയാണ്. ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 2 പേരുടെ ഫാമിലികൾ കൂടിയുണ്ട്. ഇന്ന് നവംബർ 7. ഇന്ന് യാത്ര പുറപ്പെട്ട് നവംബർ 12 തിരിച്ചെത്താനാണ് ഞങ്ങളുടെ പ്ലാൻ. ഇതൊരു ടൂർ പാക്കേജാണ്. സോൻമാർഗ് താഴ്വരയിലൂടെയുള്ള യാത്ര, ഗുൽമർഗിലുള്ള മനോഹരമായ പ്രദേശങ്ങൾ, അവിടുത്തെ കേബിൾ കാറിലുള്ള യാത്ര, പഹൽഗാം താഴ്വരയിലൂടെയുള്ള യാത്ര, ദാൽ ലേക്കിലൂടെയുള്ള ശിഖാര എന്ന തോണിയിലൂടെയുള്ള യാത്ര, കാശ്മീരിലെ മുഗൾ ഗാർഡനുകളിലുള്ള സന്ദർശനം എന്നിവയാണ് പ്രധാനമായും ഈ പാക്കേജിലുള്ളത്. ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റിനോടൊപ്പം തന്നെ ബുക്ക് ചെയ്തതിനാൽ ഫ്ലൈറ്റ് യാത്രയിലുടനീളം അതായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. രാവിലെ 11:00 തന്നെ ഞങ്ങൾ ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിച്ചേർന്നു. പിന്നെ ഉച്ചയ്ക്ക് 12:30 വരെ ഹൈദരാബാദ് എയർപോർട്ടിൽ വിശ്രമിച്ചു. 12:45 ഞങ്ങൾ ഇൻഡിഗോയുടെ 6C6253 എന്ന വിമാനത്തിൽ ചെക്ക് ഇൻ ചെയ്തു. ഏകദേശം ഉച്ചയ്ക്ക് 1:15 ഹൈദരാബാദിൽ നിന്നും വിമാനം പറന്നുയർന്നു. കാശ്മീർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള ഒരു ഭൂപ്രദേശമാണ്. ഹിമാലയൻ കാരക്കോറം പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണിത്. ദാൽ തടാകം, ധലം നദി, ചെനാബ് നദി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ജലാശയങ്ങൾ. കാശ്മീർ ആദ്യകാലത്ത് ബുദ്ധമതത്തിൻ്റെയും പിന്നീട് ഹിന്ദുമതത്തിൻ്റെയും പ്രധാന കേന്ദ്രമായിരുന്നു. 9 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകളിൽ കാശ്മീർ ശൈവമതം ഇവിടെ വളർന്നു. 14-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം സ്ഥാപിക്കപ്പെടുന്നത്. അക്കാലങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട മുഗൾ ഗാർഡനുകളും നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. കാശ്മീരി, ഡോഗ്രു, ഉറുദു എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ഭാഷകൾ. നമ്മളിപ്പോൾ ഏകദേശം കാശ്മീരിനോട് അടുത്ത് കഴിഞ്ഞു. ദൂരെയായി നമുക്ക് കാശ്മീരിലെ മഞ്ഞ് മലനിരകൾ കാണാൻ സാധിക്കുന്നുണ്ട്.
ഒടുവിൽ വൈകുന്നേരം 4:30 ഞങ്ങൾ ശ്രീനഗർ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. ശ്രീനഗർ എയർപോർട്ടിൽ ഞങ്ങളെ കാത്ത് ഒരു ഇന്നോവ കാർ നിൽപ്പുണ്ടായിരുന്നു. ഇന്നോവ കാറിൻ്റെ ഡ്രൈവറുടെ പേര് ആഷിഖ് ഹുസൈൻ എന്നാണ്. ഇദ്ദേഹം ഇവിടുത്തുകാരൻ തന്നെയാണ്. എന്നാൽ ഞങ്ങളോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഇന്നിനി എങ്ങോട്ടേക്കും യാത്രയില്ല. നേരെ റൂമിൽ പോയി വിശ്രമിക്കണം. രാവിലത്തെ ഭക്ഷണവും രാത്രി ഭക്ഷണവും ഹോട്ടലിൽ വെച്ച് തന്നെ. ഇടയ്ക്കുള്ള ഭക്ഷണങ്ങൾക്ക് നമ്മൾ തന്നെ എന്തെങ്കിലും വഴികൾ കണ്ടെത്തണം. ഈ വീഡിയോയൊക്കെ എടുക്കുന്നത് ഒരു സാധാരണ ഫോണിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ചിലപ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കും. ദയവായി ക്ഷമിക്കുക. കാശ്മീർ ട്രിപ്പിൻ്റെ 1ാമത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ സോൻമാർഗിലേക്കുള്ള യാത്രയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.